ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിൽ അന്വേഷണം ഊർജിതമാക്കി NIA. TATP എന്ന മാരക സ്ഫോടന വസ്തു ഉപയോഗിച്ചാണ് സ്ഫോടനം നടത്തിയതെന്നതാണ് കണ്ടെത്തൽ. ചെങ്കോട്ടയ്ക്ക് സമീപത്ത് നിന്ന് വെടിയുണ്ടകളും ഷെല്ലുകളും കണ്ടെടുത്തു. കാറിൽ സൂക്ഷിച്ചത് 30 കിലോ സ്ഫോടന വസ്തുവെന്നും കണ്ടെത്തൽ. വിവരങ്ങളുമായി അഞ്ജുവാണ് ചേരുന്നത്. അഞ്ജു, ഏതായാലും ഈ ഡൽഹി ചെങ്കോട്ട സ്ഫോടനത്തിൽ ഇപ്പോൾ നിർണായക വിവരങ്ങളൊക്കെ പുറത്തു വരികയാണ്. മറ്റു പല രീതിയിലുള്ള അന്വേഷണങ്ങളും നടക്കുന്നുണ്ട്. വിവരങ്ങൾ എങ്ങനെയാണ്? രേണുക, ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൽ പ്രധാനമെന്ന് പറയുന്നത് ഈ ഡൽഹി ചെങ്കോട്ട സ്ഫോടനത്തിനായിട്ട് ഉപയോഗിച്ചത്, അതായത് അമോണിയം നൈട്രേറ്റിന് പുറമെ ഈ TATP എന്ന് പറയുന്ന മാരക സ്ഫോടക വസ്തു ഉപയോഗിച്ചാണ് ഈ സ്ഫോടനം നടത്തിയതെന്നാണ് ഇപ്പോൾ സംശയിക്കുന്നത്. അതായത് ഈ TATP എന്ന് പറയുമ്പോൾ ട്രയാസിറ്റോൺ ട്രൈപെറോക്സൈഡ് എന്ന് പറയുന്ന മാരക വസ്തു ഉപയോഗിച്ചാണ് ഈ സ്ഫോടനത്തിനായി ഉപയോഗിച്ചെന്നാണ് ഇപ്പോൾ സംശയിക്കുന്നത്. അതായത് ഈ ചൂട് കൊണ്ടോ ഘർഷണം കൊണ്ടോ പൊട്ടിത്തെറിക്കുന്ന ഒരു മാരക വസ്തുവാണ് ഈ TATP എന്ന് പറയുന്നത്. സാത്താൻ്റെ അമ്മ എന്നാണ് ഈ രാസവസ്തു അറിയപ്പെടുന്നത്. ചെങ്കോട്ടയ്ക്ക് സമീപത്ത്, ഇത് മാത്രമല്ല, ഈ ചെങ്കോട്ടയ്ക്ക് സമീപത്ത് നിന്ന് അന്വേഷണ സംഘം NIA, അതായത് വെടിയുണ്ടകളും ഷെല്ലുകളും കണ്ടെടുത്തിട്ടുണ്ട്. 3 വെടിയുണ്ടകളും അതുപോലെ തന്നെ ഒഴിഞ്ഞ ഷെല്ലുകളുമാണ് ഈ ചെങ്കോട്ടയ്ക്ക് സമീപത്ത് നിന്നും കണ്ടെത്തിയിരിക്കുന്നത്. ഇതും ഈ ഒരു സ്ഫോടന കേസിൽ നിർണായകമായിട്ടുള്ള ഒരു കണ്ടെത്തലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ കാറിൽ 30 കിലോ സ്ഫോടക വസ്തു സൂക്ഷിച്ചിരുന്നതായിട്ടും കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സ്ഫോടനം നടത്തിയ ഉമർ നബി ഈ IED നിർമ്മാണത്തിലും അതുപോലെ തന്നെ ബോംബ് നിർമ്മാണത്തിലും വിദഗ്ധനാണെന്നാണ് അറസ്റ്റിലായിട്ടുള്ള ഭീകരരൊക്കെ മൊഴി നൽകിയിരിക്കുന്നത്. ഈ ഉമർ നബി ക്യാമ്പസിനുള്ളിൽ താമസിക്കുന്ന വീടിന് സമീപം ഈ സ്ഫോടക വസ്തുക്കൾ പരീക്ഷിക്കാനായിട്ട് പ്രത്യേകം ലാബൊക്കെ തന്നെ സജ്ജീകരിച്ചിരുന്നു. അതുമാത്രമല്ല, ഈ ക്യാമ്പസിലെ ഇലക്ട്രീഷ്യനാണ് ഇത്തരത്തിൽ ഈ ഒരു വീട് സംഘടിപ്പിച്ച് നൽകിയതെന്നാണ് ഈ അറസ്റ്റിലായവർ മൊഴി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇലക്ട്രീഷ്യനെയും ഈ ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ, മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ ഇലക്ട്രീഷ്യനെയും അതുപോലെ തന്നെ വീടിൻ്റെ ഉടമസ്ഥനെയും NIA അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ക്യാമ്പസിന് പുറമെ, ഈ ക്യാമ്പസിനുള്ളിൽ വീടിന് പുറമെ നുഹുവിലും ഈ വാടക വീടെടുത്ത് ഉമർ നബി 10 ദിവസം താമസിച്ചതായിട്ടുള്ള വിവരങ്ങളും ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, വേറൊരു നിർണായക വിവരം എന്ന് പറയുന്നത്, ഈ ഡൽഹി സ്ഫോടനത്തിന് ഉമർ നബിക്ക് പാകിസ്ഥാനിൽ നിന്ന് നിർദ്ദേശം നൽകിയതായിട്ടുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ബോംബ് നിർമ്മാണ രീതികൾ ടെലഗ്രാം ആപ്പ് വഴിയാണ് വിശദീകരിച്ചത്. അതുപോലെ തന്നെ ചെങ്കോട്ടയ്ക്ക് സമീപത്തെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ വെച്ചാണ് ഈ സ്ഫോടക വസ്തു നിർമ്മിച്ചത്, ഈ സ്ഫോടക വസ്തു തയ്യാറാക്കിയതെന്നും അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട് ഈ അൽ ഫലാഹ് ആശുപത്രിയിലെ കൂടുതൽ ഡോക്ടർമാരിലേക്കും ഇപ്പോൾ അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് NIA. അതായത് കേസിന് പിന്നാലെ തന്നെ, ഈ സ്ഫോടന കേസിന് പിന്നാലെ 15ഓളം ഡോക്ടർമാർ ഒളിവിൽ പോയെന്നാണ് വിവരം. ഇതിൽ പലരുടെയും ഫോണുകൾ ഇപ്പോഴും സ്വിച്ച് ഓഫ് ആയ നിലയിലാണ്. പലരും ജോലിയിൽ പ്രവേശിച്ചിട്ടുമില്ല. അപ്പോൾ ഇവർക്ക് ആർക്കെങ്കിലും ഈ ഭീകര സംഘടനകളുമായിട്ട് നേരിട്ട് ബന്ധമുണ്ടോ എന്നാണ് ഇപ്പോൾ NIA അന്വേഷിക്കുന്നത്. അതുപോലെ തന്നെ സ്ഫോടന കേസിൽ കസ്റ്റഡിയിലുള്ള ഭീകരരെയും NIA സംഘം വിശദമായിട്ട് തന്നെ ചോദ്യം ചെയ്തു വരികയാണ്. ഡോക്ടർമാരായ മുസമ്മിൽ, അതുപോലെ തന്നെ ആദില്, ഷെഹിന എന്നിവരെയാണ് അന്വേഷണ സംഘം ചോദ്യം ചെയ്തു വരുന്നത്. കേസുമായി ബന്ധപ്പെട്ട് അയൽ സംസ്ഥാനങ്ങളിലടക്കം പരിശോധനയും നടന്നു വരുന്നുണ്ട്. ഭീകരൻ ആദിൽ ജോലി ചെയ്തിരുന്ന സഹറാൻപൂർ ആശുപത്രിയിലും അന്വേഷണം നടക്കുന്നുണ്ട്. ആശുപത്രിയിലെ ജീവനക്കാരെയും ചോദ്യം ചെയ്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്ഫോടനം നടത്തിയ ഉമർ നബി ഉൾപ്പെടെയുള്ള ഡോക്ടർമാർ പലതവണ നൂഹ് സന്ദർശിച്ചുവെന്ന വിവരവും അന്വേഷണ സംഘത്തിന് NIAക്ക് ലഭിച്ചിട്ടുണ്ട്. ഹരിയാനയിലെ നൂഹിൽ നിന്നും അന്വേഷണ ഏജൻസി കസ്റ്റഡിയിലെടുത്ത ഡോക്ടർമാരിൽ ഒരാളുടെ ഫോണിൽ നിന്നും സംശയാസ്പദമായ നമ്പറുകളൊക്കെ തന്നെയും കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലടക്കം വിശദമായ അന്വേഷണം നടത്തുകയാണ് NIA സംഘം. അതുപോലെ തന്നെ പത്താൻകോട്ടിൽ ഇന്നലെ അറസ്റ്റിലായ ഡോക്ടർ സ്ഫോടനത്തിന് 2 ദിവസം മുമ്പ് ഉമർ നബിയുമായിട്ട് സംസാരിച്ചിരുന്നുള്ള വിവരവും NIAക്ക് ലഭിച്ചിട്ടുണ്ട്. അതേസമയം ഭീകര സംഘടനകളുമായി ബന്ധമുണ്ടെന്ന സംശയത്തിൽ NIA അറസ്റ്റ് ചെയ്ത യുവാവിനെ, അതായത് അൽ ഫലാഹ് സർവകലാശാലയിലെ MBBS വിദ്യാർത്ഥിയായിട്ടുള്ള യുവാവിനെ അന്വേഷണ സംഘം വിട്ടയച്ചിട്ടുണ്ട്.
ഒപ്പം തന്നെ ഈ ഒരു കേസിൽ സ്ഫോടനത്തെ തുടർന്ന്, അതായത് ചെങ്കോട്ട സ്ഫോടന കേസിന് പിന്നാലെ സ്ഫോടനത്തെ തുടർന്ന് അടച്ച ചെങ്കോട്ട നാളെ സന്ദർശകർക്കായിട്ട് തുറന്നു കൊടുക്കുമെന്ന വാർത്തയും വരുന്നുണ്ട്. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളോടെ ആയിരിക്കും ഇനിയുള്ള ചെങ്കോട്ടയിലേക്ക് ഇനിയുള്ള പ്രവേശനമെന്നാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ റെഡ് ഫോർട്ട് മെട്രോ സ്റ്റേഷൻ സ്ഫോടനത്തിന് പിന്നാലെ ഇന്നലെ റെഡ് ഫോർട്ട് മെട്രോ സ്റ്റേഷനും ഭാഗികമായിട്ട് തുറന്നിരുന്നു. രേണുക. ശരി അഞ്ജു. കാശ്മീരിലെ നൌഗാമിൽ പോലീസ് സ്റ്റേഷനിലുണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തിന് ധനസഹായം പ്രഖ്യാപിച്ച